കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മറ്റേ ഹോം ഡെക്കോർ ഷോപ്പിൽ എങ്ങനെ പോയ പോലെ ഉണ്ടാവും. കൊച്ചു കൊച്ചു ഇലകൾ, കൊച്ചു കൊച്ചു പൂക്കളിലൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം നമുക്കതാ ഈ സാധനത്തിൽ നിന്ന് തുടങ്ങാം. ഇത് ഒരു 8 or 7 അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഹോൾ സാധനം ഓർഡർ ചെയ്താൽ ഞാൻ കുറച്ചും കൂടി ഡിസപ്പോയിന്റഡ് ആയ കാര്യം, ആ ഒരു പ്രൈസിന് 8 എണ്ണം കിട്ടുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കാം. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മളെ ഭാഗത്താണ് തെറ്റ്. നാലാമത്തെ സാധനം ഇതാണ്. സ്റ്റാൻഡും ഈ ഒരു സാധനം വരുന്നത്. ഹൈറ്റ് ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് 9 കൊടുക്കാം. നമുക്ക് ഈ സാധനത്തിന് നമുക്ക് 10 on 10 കൊടുക്കാം. കാരണം ഇത് ഞാൻ എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മറ്റേ ഹോം ഡെക്കോർ ഷോപ്പിൽ എങ്ങനെ പോയ പോലെ ഉണ്ടാവും. കൊച്ചു കൊച്ചു ഇലകൾ, കൊച്ചു കൊച്ചു പൂക്കളിലൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു മീഷോ ഹോളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ ഒരു മീഷോ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ഡെക്കോർ സാധനങ്ങൾ എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അത് കാണാം. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് ടൈം പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൊച്ചു കൊച്ചു പൂക്കൾ ഇലകളൊക്കെ വെച്ചിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യുക, ഹോം ഡെക്കോർ സാധനങ്ങൾ ഓർഡർ ചെയ്യുക, അതൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ ഹോബി. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഹോം ഡെക്കോർ സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ വീഡിയോ സ്റ്റുഡിയോ ഒന്ന് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. എൻ്റെ ഒരു കുഞ്ഞൊരു യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് അതിൻ്റെ സാധനം എൻ്റെ റിംഗ് ലൈറ്റ് നാട്ടിലുള്ളത്. അതാണിപ്പം ഭയങ്കര ഒരു മങ്ങിയ പോലെ. എനിക്കിപ്പം ഈ മുമ്പിൽ വിൻഡോ ആണ്, അത് തുറന്നിട്ടാൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ നൈറ്റൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് വന്നിട്ടൊന്നും ഇതൊക്കെ സെറ്റപ്പ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെക്കോർ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പം, അതായത് റൂം മാറുമ്പോൾ ഇവിടെ ഭയങ്കര പ്ലെയിനോ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ലായിരുന്നു. ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തൊരു ബോട്ടിലും പിന്നെ ഒരു കുറച്ച് 2-3 പൂക്കളും ഇലകളും ഉള്ള ഒരു കുഞ്ഞു സാധനം, അത് രണ്ടും വെച്ചിട്ടുള്ളൊരു ഫ്ലവർ പോട്ടും മാത്രമേ ആദ്യം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ കുറേ സാധനം ഓർഡർ ചെയ്തു. ഇപ്പോൾ പിന്നെ കുറച്ച് ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ നോക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്രയൽ ഓർഡർ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പം നോക്കുമ്പോൾ അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് കുറച്ച് കൂടുതൽ സാധനം ഓർഡർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ച കുറച്ച് സാധനങ്ങളാണ് ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള, കുറച്ച് വൈറലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഒരു ഓർഡറിൽ തന്നെ ഐ തിങ്ക് ഒരു 8 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. കാരണം ഞാനത് നോക്കാമെന്ന് ഞാൻ എൻ്റെ ഫോണിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നോക്കിയിട്ട് ഓരോന്നോരോന്ന് നോക്കാൻ പറ്റില്ലല്ലോ. എല്ലാം 2000-ന് താഴെയാണ്. എനിക്ക് നല്ല ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫറിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ റേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പം ഞാൻ ഈ ഐറ്റത്തിന് റേറ്റ് കൊടുക്കുന്നത് ഞാൻ അന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ മറന്നുപോയിന്. ഇപ്പോഴത്തെ റേറ്റ് ആയിരിക്കും ചിലപ്പം കാണുക. എനിക്കെല്ലാം ഏകദേശം ഒരു ഇതിലുള്ള എല്ലാ സാധനവും ഒരു 500-ൽ കുറവുള്ള ചെറുപ്പമുള്ള ഉള്ളൂ. എനിക്ക് എല്ലാ സാധനവും ടോട്ടൽ കൂടിയിട്ട് ഒരു 2000-ന് താഴെയായിരുന്നു വന്നിട്ടുള്ളത്. അപ്പം ഈ വന്ന പ്രൊഡക്റ്റിലെല്ലാം അടിപൊളിയാണ്. ചെറിയ മിസ്റ്റേക്കുകൾ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ വിചാരിച്ചതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ സാധനങ്ങളായി തുടങ്ങാം. ആദ്യം നമുക്കതാ ഈ സാധനത്തിൽ തന്നെ തുടങ്ങാം. ഇത് നിങ്ങൾ മീഷോയിലല്ല എല്ലാ ആപ്പിലും കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഫ്ലവർ പോട്ടാണ്, ഹോം ഡെക്കോർ പീസാണ്. ഇതൊരു മെറ്റൽ പീസിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും. എന്താ പറയുക, നമുക്കിങ്ങനെ ഈ ചുരണ്ടുമ്പം ഇളകിപ്പോകുന്ന പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നല്ല നിങ്ങൾക്ക് ഞാൻ ഇത് അടുത്തുനിന്ന് കാണിച്ചു തരാം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ഇതിന് ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന്. ആകെ ഈ ഒരു ചെറിയൊരു കട്ടിങ് നിങ്ങൾ കാണുന്നുണ്ട്, കട്ടിങ് വരുന്നുണ്ട്, അതേ ഉള്ളൂ. അതൊരു പ്രശ്നമൊന്നുമല്ല. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളി സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് ഇവിടെ ഓരോന്നിൻ്റെ പ്രൈസ് കൊടുക്കാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു 300 താഴെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഒരു കോംബോ സെറ്റ് വരുന്നുണ്ട്. അത് 2 എണ്ണത്തിന് ഒരു 400 സംതിങ്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്ക് വാങ്ങും. കാരണം ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതായതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി നോക്കേണ്ടതുകൊണ്ട് ഒന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ നോക്കിയിട്ട് മറ്റേതും കൂടെ വാങ്ങണം എന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഇത് എന്താ പറയണ്ട 10 on 10 കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അടിപൊളി സാധനം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല അടിപൊളി. ഇതിങ്ങനെ എവിടെയായാലും ഇങ്ങനെ നിന്നോളൂ. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ അടിപൊളി പ്രൊഡക്റ്റാണ്, ഒന്നും പറയാനില്ല ഈ സാധനത്തിന്. അപ്പം നിങ്ങൾക്ക് വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ അത് ഒന്നാമത്തെ. അത് ഇതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അത് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസാണ് കാണിച്ചത്. ഇത് ജസ്റ്റ് ഞാൻ റിവ്യൂ പോലെ പറയുന്നതാണ്. അൺബോക്സിങ് ഞാൻ ഷോർട്സിൽ കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എന്താ പറയുക, ഒരു പ്ലാന്റ് ഹോൾഡർ, പ്ലാന്റൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് പോലെയാണ്. നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇതാണ് ഈ സംഭവം വരുന്നത്. ഇതിൻ്റെ മേളിലൊരു ഇങ്ങനെ ഒരു കുഞ്ഞൊരു എന്താ പറയുക, ഒരു റിങ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ചുമരിൽ ആണിയൊക്കെ അടിച്ചിട്ട് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നമുക്ക് പ്ലാന്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഭയങ്കര നല്ല സാധനമാണ്. അതിന് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നന്നായിട്ടുണ്ട്. ഞാൻ ഈ സാധനം നമുക്ക് വിഷ്വലി കാണുമ്പം ഈ ത്രെഡല്ല വരുന്നത്. ഇതിപ്പോൾ നമ്മളെ സാധാ ഒരു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗ്ലൈസിങ് ഉള്ള ഒരു മാതിരി ഒരു നൂലാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ അതിൻ്റെ പേരെനിക്കറിയില്ല, അങ്ങനെ ഒരു പിരിഞ്ഞിരിക്കുന്ന ഒരു ക്ലോത്തിൻ്റെ പോലത്തെ ഒരു സാധനമാണ് അതിനകത്ത് കണ്ടത്. കോട്ടൻ്റെ ഒരു കയറ് പോലത്തെ കോട്ടൺ ടൈപ്പ്. പക്ഷെ അതല്ല, പക്ഷെ എന്നാലും നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഈ ഒരു പീസ് മാത്രം. ഞാൻ 2 പീസ് ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ്. കാരണം ഇത് ഓഫറായിരുന്നു 2 എണ്ണം ഒരുമിച്ചുള്ളത്. ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഇങ്ങനെ ഹാങ് ചെയ്യുമ്പം അത് കാണാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ ഇവിടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല. പക്ഷെ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് നമുക്കിപ്പം 10 on 10 ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു 8 or 7 അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് കണ്ട് നമ്മളെ ഈ പിക്ചർ കാണുന്നത് പോലെ പ്രതീക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 on 10 കൊടുക്കാൻ പറ്റൂ. കാരണം ഞാനിത് റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ കണ്ടു, കാരണം ഇങ്ങനത്തെ വരുവാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ തന്നെ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അതുകൊണ്ട് പക്ഷെ അതിൻ്റെ ആദ്യം കാണുന്ന പിക്ചർ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നിൽക്കരുത്. റിവ്യൂ നോക്കുക. മെയിനായിട്ട് റേറ്റിംഗ് നമ്മൾ നോക്കാൻ നിൽക്കരുത്. മീഷോയിൽ പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നതൊക്കെ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങിയിട്ട് അബദ്ധം പറ്റിപ്പോയി. റേറ്റിംഗ് നോക്കാനേ പാടില്ല, റിവ്യൂ തന്നെ നോക്കണം. ഓരോരുത്തർ ഇട്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ചിലതിൽ റിവ്യൂ കാണില്ല, അത് നിങ്ങൾ വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ പ്രോപ്പറായിട്ട് റിവ്യൂ ഇട്ട് അതുപോലെ തന്നെ ഫോട്ടോസ് മെയിനായിട്ട് നോക്കണം. ഏത് കസ്റ്റമർ റിവ്യൂവിൻ്റെ ഫോട്ടോസ് അത് കണ്ടിട്ട് മാത്രം വാങ്ങുക. കാരണം നല്ല വ്യത്യാസമുണ്ട് ചില പ്രൊഡക്റ്റ്. ഇനി അടുത്തത് ഇത്രയും. ഇത് നിങ്ങൾക്കറിയാലോ, ഞാൻ നേരത്തെ വീഡിയോയിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞു ഒരു 4 എണ്ണമായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. 4 സെറ്റിന് ചെറിയ അതേ റേറ്റിന് ഓഫറിന് കിടന്നതാണ് ഒരു 8 പീസ്. ഈ ഒരു 8 പീസ് ഇതാന്ന് നോക്കോ. ഇത് ഒരു പീസ്, ഇത് രണ്ട് ഏകദേശം ഒരുപോലത്തെ. അതുപോലെ ഇത് രണ്ടും ഏകദേശം ഒരേ ടൈപ്പ് വരുന്ന സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും ഏകദേശം ഒരേ ടൈപ്പ് വരുന്ന 2 എണ്ണം. അങ്ങനെ 6. പിന്നെ ഇത് കുറച്ച് വ്യത്യാസമുള്ള 2 എണ്ണം വേറെ. ഇതാണ് ഈ ഹോൾ സാധനം ഓർഡർ ചെയ്താൽ ഞാൻ കുറച്ചും കൂടി ഡിസപ്പോയിൻറ്റഡ് ആയ കാര്യം. കാരണം ഞാൻ നേരത്തെ ഓർഡർ ചെയ്തിട്ടുള്ള ആ 4 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക അടിപൊളി സാധനമായിരുന്നു. എങ്ങനെ ഇതിനുള്ളിൽ നിങ്ങൾക്ക് അതിനകത്ത് വീഡിയോയിൽ കാണാൻ ഇതിനുള്ളിൽ കുറച്ച് കല്ലെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്പോഞ്ചൊക്കെ കൊടുത്തതുകൊണ്ട് അത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ നിന്നോളും. പക്ഷേ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ഒന്നുമില്ല, വെറും പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു കാറ്റടിക്കുമ്പോൾ തന്നെ താഴെ വീണു അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി ഒരു ഓഫറിൽ ഇട്ടല്ലോ, നല്ല സാധനം ഓഫറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ട് ഒരു ചെറിയൊരു പ്രശ്നം. ഭയങ്കര പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് ഈ സംഭവത്തിൻ്റെ കൂടെ ഹാങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കാനൊക്കെ സെറ്റാണ്. കണ്ടോ, സെറ്റ് സാധനമാണ്. അന്നേരം ഒന്നും നമുക്കിപ്പോൾ ചുമരിൻ്റെ മേലേക്ക് ഹാങ് ചെയ്തിടുമ്പോൾ ഇത് അങ്ങനെ വീണ് പോകുമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ
അതിനകത്ത് ഓഫർ കണ്ടു 8 സെയിം റേറ്റിന്. അപ്പം ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചു കുറച്ച് പ്രശ്നമായിരിക്കുമെന്ന്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഒപ്പിക്കാം. ഭയങ്കര പോക്ക് സാധനം എന്നല്ല, എന്നാലും നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് 8 കിട്ടുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കാം. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മളെ ഭാഗത്താണ് തെറ്റും. അപ്പം അങ്ങനെ 3 സാധനമായി. ഇനി 4ാമത്തെ സാധനം ഇതാണ്. 4ാമത്തെ ഞാൻ ഓർഡർ ചെയ്തത്. ഇത് സംഭവം ഒരു നമ്മുടെ ഈ ഷർട്ടൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് ഈ 2 സൈഡിൽ ഓരോ ഇങ്ങനെ കൊളുത്തി വെക്കുന്ന സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഡോറിൻ്റെ ബാക്കിൽ കൊളുത്തി വെക്കാം. ഇതിൽ നമുക്ക് ഹാങ് ചെയ്തിടാം. ഇത് ഞാനിത് ഓർഡർ ചെയ്യുമ്പം ഇതിങ്ങനെ കൊളുത്തി വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർ അതിനകത്ത് പറയുന്നുണ്ട്, വീഡിയോയിലും എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന റൂം നമ്മൾ അങ്ങനെ അധികം ഡോർ അടയ്ക്കാൻ നിൽക്കാത്ത റൂം, നമ്മളെ റൂം മെയിൻ റൂം അപ്പുറത്താണ്. അതുകൊണ്ട് ഞാൻ വെച്ച് അടച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. അത് നമുക്ക് ഇത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് നല്ല ക്വാളിറ്റി, നല്ലതെന്ന് വെച്ചാൽ സൂപ്പർ ക്വാളിറ്റി സാധനമാണ്. ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം സാധനമൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും. കാരണം അല്ലാണ്ട് നമ്മളിപ്പം ചുമരിൽ അടിക്കുന്നത് അല്ലെ ഡോറിൻ്റെ ബാക്കിൽ കൊളുത്തിയിടുന്ന മീൻസ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ആണിയൊന്നും അടിക്കാനുള്ള സൗകര്യം ഇല്ല എന്നാണെങ്കിൽ ഇത് അടിപൊളിയായ ഐറ്റാണ്. ഇത് കണ്ടിട്ട് എൻ്റെ അനിയത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾക്കും വേണം നല്ല അടിപൊളി സാധനമാണ്. ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും അവൈലബിൾ ആണ്. ഇത് സൂപ്പർ. ഇത് നമുക്കൊരു 10 on 10 തന്നെ കൊടുക്കാം ഈ പ്രൊഡക്റ്റിന്, കാരണം കാണുന്ന എക്സാക്ട് സാധനമാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തതാണ് എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫ് വേറെ വരുന്ന ഈ പ്ലാന്റ് വേറെ വരുന്നതാണ്. ഇതിൻ്റെ താഴത്തെ സംഭവം വേറെ വരുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഞാനിവിടെ കാണിക്കും, കാരണം ഇത് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഞാൻ സെറ്റ് ചെയ്തോടെ വെച്ചതാണ്. എന്നാലും കാണിച്ചു തരാം. ഇതാണ് സ്റ്റാൻഡും ഈ ഒരു സാധനവും വരുന്നത്. ഇത് ഈ സ്റ്റാൻഡ് സെപ്പറേറ്റ് ആണ്. ഇത് നമുക്ക് ഒരു മിനിറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ സ്റ്റാൻഡ് ഇങ്ങനെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പം നമുക്കിതാ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ സംഭവം ഇതിൻ്റെ മുകളിലും വെക്കാം. അപ്പോൾ കുറച്ച് സൈസ് കുറയും, അതായത് ഇതിൻ്റെ ഹൈറ്റ് കുറയും. ഇനി കുറച്ച് ഹൈറ്റ് വേണമെന്നാണെങ്കിൽ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടി കിട്ടും. അങ്ങനെ അപ്പം ഇത് ഞാൻ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിനുള്ളിൽ ഇതൊക്കെ നിറച്ചിട്ട് സെറ്റാക്കണം. അതിൻ്റെ ഇതും സെയിം മെറ്റീരിയലാണ് വരുന്നത്. ഈ ഒരു അതേ ക്വാളിറ്റിയാണ് വരുന്നത്. അങ്ങനെ ഓരോ കളർ ഇങ്ങനെ എന്താ പറയുക പെയിൻറ് ഇങ്ങനെ പോകുന്ന മാതിരിയുള്ള സാധനമൊന്നുമല്ല, അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചായിരുന്നു. ഇത് കണ്ടോ, ഇത് നമുക്ക് ഇതും നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ്, പക്ഷേ ഇത് നല്ല ക്വാളിറ്റി വൈസ് അടിപൊളി നല്ല ലീഫ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ക്വാളിറ്റിയാണ്. ഇത് ലീഫ് വേറെയും ഈ സംഭവം വേറെയാണ്. നമ്മളിവിടെ വന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഞാൻ കുറേ ദിവസം കാർട്ടിലിട്ട് വെച്ചതിന് ശേഷം വാങ്ങിയ സാധനം ഇത്. കുറേ റിവ്യൂ നോക്കുന്നത്, കാരണം ഇത് അത്യാവശ്യം 400 സംതിങ് ഉണ്ട്. ഇത് സംഭവത്തിന് വരുന്നുണ്ട്. ഇത് പ്ലാനിനല്ല, താഴത്തെ സംഭവത്തിന്, അതായത് ഈ സ്റ്റാൻഡിന്. നല്ല ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആണ്. അങ്ങനെ വെറുതെ ഇങ്ങനെ ഉരക്കുമ്പോൾ ഒന്നും പെയിൻ്റൊന്നും ഇളകി വരുന്നില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ചിലവർക്ക് കിട്ടിയത് ഞാൻ കണ്ടു ഇങ്ങനെ ഒടിഞ്ഞിട്ടൊക്കെ, പക്ഷെ ഇതൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് എൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഷോ പീസ് പോലെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടിയിലൊരു ബോക്സോ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് ഹൈറ്റ് കിട്ടും. ഇനി എല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റ് മതി. നമ്മൾ ഇരുന്നിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഈ ഹൈറ്റ് മതി. ഇപ്പം നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് കുറച്ചൊരു ബോക്സിൻ്റെ മേലേക്ക് കയറ്റി വെച്ചാൽ മതി. ഇതല്ലാണ്ട് ഇവിടെ ഞാൻ സെൻട്രൽ ഹാളിൽ ജസ്റ്റ് ഒന്ന് വെച്ചപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം ഇതാണ്. ഞാനൊരു 10 or 9 കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഞാൻ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് 9 കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ബാക്കി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, സെറ്റാണ്. ഈ സാധനത്തിന് നമുക്ക് 10 or 10 കൊടുക്കാം. കാരണം ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇത്ര ഒരു ഫിനിഷിങ്ങോ ഇത്ര ഒരു ക്വാളിറ്റിയോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതിൻ്റെ റിവ്യൂവിൽ ഫോട്ടോയിൽ റിവ്യൂ ഒക്കെ അടിപൊളിയാണ്, നല്ല റേറ്റിങ്ങും നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ വെച്ചു അത്ര, എന്നാലും ഞാൻ ഇതിനകത്ത് വെക്കാമെന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്തത്. പക്ഷെ അതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ സൂപ്പർ ക്വാളിറ്റിയാണ്. പക്ഷെ കുറച്ച് ഹൈറ്റ് കുറവുണ്ട്. പക്ഷേ ഈ ഒരു പോട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫേസിലേക്ക് നല്ല സാധനമാണ്. ഇനി അടുത്തത് ഞാൻ ഇതിന് താഴെ വെച്ചിട്ടുണ്ട് 2 മാറ്റാണ്, അതായത് പുല്ലിൻ്റെ ഷീറ്റ്.
ഇതേ സൈസിൽ 2 എണ്ണം വരുന്നത്. ഇത് 2 എണ്ണം ഉണ്ട്, കണ്ടോ? ഇത് 2 ഇത്രയുള്ള ഷീറ്റാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ മുകളിൽ കൊടുക്കാം. ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നാമത് ഞാൻ ഇത് വലിപ്പമുണ്ട്. ഞാൻ ഇതിനും കൂടെ ഷോർട്ടാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ചവിട്ടിയിടൂലേ, ഒരു മാറ്റ്, കുഞ്ഞു മാറ്റ്, അതിൻ്റെ അത്ര വണ്ണമുണ്ട്. പക്ഷെ അതിൻ്റെ പുല്ല് ചെറുങ്ങനെ ഇങ്ങനെ കൊഴിയുന്നുണ്ട്. അധികം ഇല്ലെങ്കിലും ചെറിയ കൊഴിച്ചിലുണ്ട്. പക്ഷെ ഇവിടുത്തെ ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ പുല്ല് വാങ്ങുവാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു 200 സംതിങ് രൂപക്കോ 300 എത്ര രൂപക്കോ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഷോപ്പിലൊക്കെ പോയി നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ പീസിന് തന്നെ വലിയ പൈസ അവർ പറയാം. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, എന്നാലും ഒരു ഭയങ്കരമായ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 10-ലൊരു നമുക്കൊരു 7 റേറ്റിംഗ് കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു സാധനം ഉണ്ട്. അതും ഞാൻ ശരിക്കും വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫിൽ കണ്ടിട്ടുണ്ടാകും. ഒരു സ്ക്വയർ പോലത്തെ കട്ടിങ് ഉണ്ട് ഇവിടെ ഓപ്പൺ കിച്ചണിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ വീതി എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല സാധനമാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളി വെക്കട്ടെ. എടുത്തിട്ടുള്ളത് വൈറൽ ബെഡ്ഷീറ്റാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മീഷോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയിട്ടുള്ളൊരു ബെഡ്ഷീറ്റ് സെറ്റാണിത്. നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറേ അതായത് ഈ ബെഡ്ഷീറ്റ് ഇറങ്ങിയത് മുതൽ ഞാൻ കാർട്ടിലിട്ട് വെക്കുന്നുണ്ട്. കാരണം ഒന്നാമത് വൈറ്റ് ആയതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്, വാങ്ങണ്ടേ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട്. കളർ ചേഞ്ച് പിന്നെ ഞാൻ വെച്ചു കളർ ചേഞ്ച് ഓർഡർ ചെയ്തത്. പക്ഷെ എന്നാലും എല്ലാവരും ഇതിന് എത്ര റിവ്യൂ പറയുമ്പോൾ എന്താ എന്ന് അറിയണമല്ലോ. പിന്നെ ഇതിന് റേറ്റ് വരുന്നത് 400 സംതിങ്, 450 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കിപ്പം പുറത്ത് പോയി നോക്കുവാണെങ്കിൽ ഒരു നല്ല ബെഡ്ഷീറ്റിന് എന്താ ആ റേറ്റ് വരുന്നുണ്ട്. അത് നമുക്കൊരു മിനിമം ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റിന് അത്ര റേറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ 700-800 ഒക്കെ ഉണ്ട്. 600 സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റിന്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പർ അടിപൊളിയാണ്. ഒരു 10-ൽ നമുക്ക് 11 ഒക്കെ റേറ്റിംഗ് കൊടുക്കാനുള്ള രീതിയിൽ അത്രക്കും അടിപൊളിയാണ്. കാരണം ഞാൻ മീഷോന്ന് മുന്നേ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റും പില്ലോ കവറും കൂടെ ഉള്ള സംഭവം. അതിങ്ങനെ ടക്കിൻ ചെയ്ത പക്ഷേ എലാസ്റ്റിക് ഉള്ളതായിരുന്നു താഴെ. അതാകുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ കുട്ടി പാതുവെല്ലാം ഉണ്ടാകുമോ അല്ലെങ്കിൽ കുഞ്ഞു പാവെല്ലാം ഉണ്ടാകുമ്പോൾ നല്ലതാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഇളകി പോവില്ല. നമ്മൾ കിടക്കയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളകി പോവില്ല, വിരിക്കും. മറ്റേ നമ്മൾ ടക്കിൻ ചെയ്ത് വെക്കുന്ന സംഭവമാണെങ്കിൽ വേഗം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ആകെ വൃത്തികേടാവുമല്ലോ, ഇങ്ങനെ ചുളിഞ്ഞിട്ട്. പക്ഷെ ഇത് ടക്കിൻ ചെയ്ത് വെക്കുന്നതാണ്. എന്നാലും ഇത് നല്ല ക്വാളിറ്റിയാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ സാധനം ബെഡ്ഷീറ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ പില്ലോ കവർ ഇല്ലാതെ തന്നെ 300 സംതിങ് ആവുന്നുണ്ട്. അതും 2 ബെഡ്ഷീറ്റ്, അതൊരു ഡബിൾ കോട്ടിന് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് കഷ്ടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടാവും. അതിന് ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ശരിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പില്ലോ കവറാണ് എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ. ഇത്ര ലെങ്ത് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്കിനെ നോക്കിയാൽ മനസ്സിലാവും, ഇത്ര ലെങ്ത്തിലും ഇത്ര വീതിയിലും വരുന്നത്. നമുക്ക് വലിയ പില്ലോ, നമ്മുടെ വീട്ടിൻ്റെ ഫാമിലി കോട്ടിൻ്റെ വിത്ത് പില്ലോ വരുന്ന വലിയ പില്ലോ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന അത്രയും വലിയ പില്ലോ കവറാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ തല വെക്കുന്നിടയ്ക്ക് കുറച്ച് സോഫ്റ്റാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഇവിടെ ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു ഏരിയ. ബാക്കിൽ നമുക്ക് പ്ലെയിൻ ആണ്, സാധാ ബെഡ്ഷീറ്റ് പോലത്തെ പ്ലെയിൻ ആണ്. പക്ഷെ നല്ല സൂപ്പർ ക്വാളിറ്റി. പ്യുവർ കോട്ടൺ ആണോ എന്ന് ചോദിച്ചാൽ കോട്ടൺ ആണ്. എനിക്കെന്തെങ്കിലും മിക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല മെറ്റീരിയലാണ്. പിന്നെ ഇതിനുള്ളിൽ സിബ് വരുന്നുണ്ട്. ഈ സിബിനുള്ളിൽ സാധാരണ നമ്മളെ പില്ലോ കവറിൽ ചെറിയ റേറ്റിനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സിബൊന്നുമില്ല. ജസ്റ്റ് അവിടെ ഇങ്ങനെ, എനിക്ക് ഇതിൻ്റെ കൂടെ ഞാൻ മുന്നേ വാങ്ങിയിരുന്നില്ല, അതിന് പില്ലോ ഇങ്ങനെ സിബൊന്നുമില്ല. പക്ഷെ ഇതിന് സിബ് ഉണ്ട്. നല്ല സെക്യൂർ ആയിട്ട് നല്ല സെറ്റായിട്ടിരുന്നോളും. ഈ പില്ലോ കവറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വൈറൽ ബെഡ്ഷീറ്റിൽ ഏറ്റവും ഹൈലൈറ്റ് തിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞ് 2 പില്ലോ ആണ്. ഇതാ കുഞ്ഞു പില്ലോ, ഇത്ര വണ്ണമുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിക്കുക 450 രൂപയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് ഡബിൾ കോട്ട്, ഐ തിങ്ക് ഫാമിലി കോട്ടിന് വരെ യൂസ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ വിരിച്ചു നോക്കിയിട്ടില്ല. ഇവിടെയുള്ള ഫാമിലി കോട്ടാണ്. അപ്പം ഫാമിലി കോട്ടിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിവ്യൂ കണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ബെഡ്ഷീറ്റാണ്. പിന്നെ ഈ പില്ലോ കവർ ഇത് സെയിം മറ്റേ കുഞ്ഞു പില്ലോ കവറിന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുറച്ച് സോഫ്റ്റ് ആണ്. പിന്നെ ബാക്കിൽ നോർമൽ. ഇതിനും നിങ്ങൾ കണ്ടാവും പില്ലോയ്ക്ക് സിബ് വരുന്നുണ്ട്. ഈ
ഈ സിബിൻ്റെ ഉള്ളിലാണ് പില്ലോ വരുന്നത്. നമുക്ക് ഈ പില്ലോ റിമൂവ് ചെയ്തിട്ട് ഇതെങ്ങനെ നമുക്ക് ഈ പില്ലോ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ചീത്തയായി പോകും, മുഷിഞ്ഞു പോകും. കാരണം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നാമത് ഈ വൈറ്റ് കളറും കൂടിയാണ്, അതുകൊണ്ട് വേഗം മുഷിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതന്നെ വാങ്ങിയതാണ്. കളർ ചേഞ്ച് ഒരു ബ്ലൂ ഉണ്ട്, അങ്ങനെ കുറേ കളർ വരുന്നുണ്ട് ഇതേ സെയിം ബെഡ്ഷീറ്റ്. അപ്പം നിങ്ങൾക്ക് അത് വാങ്ങി നോക്കാം. അത് എനിക്ക് തോന്നുന്നത് റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നേ, അറിയില്ല. അപ്പം അങ്ങനെ 2 കുഞ്ഞു പില്ലോ ഉണ്ട്. ഇത് നല്ല അടിപൊളി കംഫർട്ടബിൾ, നല്ല ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്, ഒരു ഹാർഡും അല്ല, നല്ല സോഫ്റ്റാണ്. അപ്പം അതങ്ങനെ 2 പില്ലോ ആയി. ഇനി ബെഡ്ഷീറ്റ്. ഇതാണ് ബെഡ്ഷീറ്റ് വരുന്നത്. ഇതാ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ബെഡ്ഷീറ്റ്. എന്നാൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഈ നമ്മളിപ്പം ഈ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റ് അല്ലേ, ലോ പ്രൈസിന് കൊണ്ടുവരുന്ന ഇപ്പോൾ 400 രൂപ 500 രൂപയൊക്കെ 2 ബെഡ്ഷീറ്റ് എന്നൊക്കെ പറയും. അതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് പ്രീമിയം ക്വാളിറ്റി എന്നേ പറയാൻ പറ്റും. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി, സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, ഇതാ മെറ്റീരിയൽ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇത് അടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ട ഒട്ടും സീത്രവും കാര്യങ്ങളും എല്ലാം നല്ല 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 അടിപൊളി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്ഷീറ്റാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇതിന് ഓൾറെഡി റിവ്യൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല റിവ്യൂ കാര്യങ്ങളുമാണ് എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത്, അതായത് മീഷോയിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു ഒരുപാട് പേര്, ഞാൻ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വൈറലായത് ഇത്ര. അപ്പം അത്രയും സാധനങ്ങളാണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ആയില്ലേ, 8 തോന്നുന്നില്ല, 8 സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഡറിലും ഞാൻ പറയട്ടെ, എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കുറവുള്ളത് ഈ ഒരു സാധനം. ഇത് പിന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാണ്, പക്ഷെ നല്ല അടിപൊളി സാധനമാണ് ബാക്കി എല്ലാ സാധനങ്ങളും. അപ്പം നിങ്ങൾക്ക് വാങ്ങണ്ടെങ്കിൽ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ഓരോ സാധനത്തിൻ്റെ പറയുമ്പോൾ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. സൂപ്പറാണ്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇതും പിന്നെ ബെഡ്ഷീറ്റുമാണ്. പിന്നെ ഇത് ഓക്കെ, ഇതങ്ങനെയല്ല, ഇതും ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് രണ്ടും എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പർ സാധനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി ഓരോ പ്രൊഡക്റ്റിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് മീഷോയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഞാൻ ഹോൾ വീഡിയോ ആയിട്ട് തരാം. നിങ്ങൾക്ക് ഹോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.